അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് വളരെ സങ്കടത്തോടു കൂടെയുള്ള ഒരു വാർത്ത തന്നെയാണ്. എന്നെ ഏതാനും ദിവസങ്ങളായിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇന്ന വ്ളോഗുകൾ നിങ്ങൾ പിൻവലിക്കണമെന്ന് പറയുകയും അങ്ങനെ എന്നെ പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾ തക്കതായിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങളെ കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെയുള്ള ഭീഷണികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യത്തിൽ സഹോദരന്മാരെ, ഞാൻ ആർക്കും എതിരായിട്ട് ഒരു വ്ളോഗും ഇതുവരെ ചെയ്തിട്ടില്ല. മറിച്ച് റിയാക്ഷൻ വ്ളോഗുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം എന്ന നിലക്ക് മാത്രമാണ് ഞാനിതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനകത്തും ഒരു നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ ഇത്തരത്തിലുള്ള വ്ളോഗുകളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണാൻ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം പിണറായിക്കെതിരെയാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ആ പിണറായിയുടെ അനുയായികൾ എന്നെ അങ്ങേയറ്റം തേജോവധം ചെയ്യുകയും കൈകാര്യം ചെയ്യാൻ മെനക്കെടുകയും അതോടൊപ്പം തന്നെ ലീഗുകാർക്കെതിരെ പറഞ്ഞാൽ ആ ലീഗുകാരൊക്കെ തന്നെ തോന്നിവാസങ്ങൾ പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും കോൺഗ്രസ്സുകാർ അവരുടെ രീതിയിൽ ചെയ്യുകയും BJPക്കാർ അവരുടെ രീതിയിൽ ചെയ്യുകയും SDPI കിട്ടാൻ എതിരെ പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രശ്നമായിട്ട് കാണുകയും ജമാഅത്തെ ഇസ്ലാമി അവരുടെ തോന്നിവാസങ്ങൾ ചെയ്താൽ അവർക്കെതിരെ പറഞ്ഞാൽ അവരുടെ വിദ്വേഷത്തിന് പാത്രമാവുകയും സലഫി പ്രസ്ഥാനങ്ങൾ അവർ ചെയ്യുന്ന അന്യായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ആ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരാവുകയും അഥവാ സലഫികളും സുന്നികളും ലീഗും ഒന്നിച്ച് നിൽക്കുന്ന ഈ മുക്കൂട്ട് മുന്നണിയെ അതിശക്തമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു നിലവാരവുമില്ലാത്ത നിലപാടുകളുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മുസ്ലിം ലീഗിൻ്റെ ദുർബലതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന ഏറ്റവും മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഞാനത് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബാബരി മസ്ജിദ് പൊളിഞ്ഞപ്പോൾ പോലും സ്വാഭാവികമായിട്ടും ഒരു നിലപാട് വ്യക്തമായിട്ടെടുക്കാൻ നമ്മുടെ സമുദായത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ശിഹാബ് തങ്ങളുടെ നേതൃത്വം ക്ഷമിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. സത്യത്തിൽ അതൊരു ഭീരുത്വമായിരുന്നു ആ മൗനം എന്ന് പറയുന്നത്. ഞങ്ങൾ മൗനം അവലംബിച്ചു. എല്ലാ ഭാഷയിലും ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടി അന്ന് ഒത്താശ ചെയ്തു കൊടുത്ത നരസിംഹറാവു തൻ്റെ 16 ഭാഷകളിൽ മൗനം പാലിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് താഴെ കയ്യൊപ്പ് ചാർത്തി കൊടുത്തതായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് മുസ്ലിം ലീഗ് ചെയ്ത പണി. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിം ലീഗിനെ രൂക്ഷമായിട്ട് വിമർശിച്ചത്. മാത്രമല്ല മദനി അവർകളെ ഒക്കെ കൊണ്ടുപോയി അകാരണമായി ജയിലിലടച്ചു. ഇപ്പം നിങ്ങൾക്കും അത് തന്നെ ഗതി വരുമെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ഒരാളെയും അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ നിന്ദിക്കുക അപമാനിക്കുക എന്ന ലക്ഷ്യത്തിനായിട്ട് ഞാൻ ഇതുവരെയും ഒരു വ്ളോഗും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. അത് ഒരു തുറന്ന പുസ്തകമാണ്. ഞാൻ അത് അള്ളാഹു സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഗീബത്തിൻ്റെയും ഏഷണിയുടെയും അന്യായത്തിൻ്റെയും പരിധിയിൽ വരുന്നതാണെങ്കിൽ മനുഷ്യരുടെ കോടതിയിൽ വിചാരണ ചെയ്യും മുമ്പ് അള്ളാഹുവിൻ്റെ കോടതിയെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഞാൻ നസിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ഒരു ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓണം ആഘോഷത്തിലും വിഷു ആഘോഷത്തിലും വന്ന് ഹൈന്ദവാചാരം നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ അത് ഈ സമുദായത്തിൻ്റെ നന്മ മാത്രം ലക്ഷ്യമാക്കിയാണ്. നമ്മളെ നയിക്കേണ്ടവർ നന്മ പുലർത്തുന്നവരും നമുക്ക് ഒരു അഭയകേന്ദ്രമായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന നിലക്ക് പറഞ്ഞതാണ്. ഇനി അതിലപ്പുറമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വിഷമകരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ കമൻറ്റിലൂടെ പറയാം. തീർച്ചയായിട്ടും ഞാൻ ആ വ്യക്തിപരമായ രീതിയിൽ വല്ല വിഷമങ്ങളും ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കണം. തീർച്ചയായിട്ടും അത് പരലോക ഗുണത്തിനാണ്. ഭൗതിക ജീവിതത്തിൽ ഞാൻ യാതൊരു അർത്ഥവും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തിനാണ് കാക്ക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് വീഡിയോയാണ് എൻ്റെത്? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എനിക്ക് കിട്ടുന്ന വീഡിയോയിൽ ഒരു 100 വ്യൂസ് 200 വ്യൂസ് ആണുള്ളത്. ശരാശരി ഒരു 5000 ആളുകളെങ്കിലും ഒരു 5 മിനിറ്റുള്ള ഒരു വ്ളോഗ് കണ്ടാൽ മാത്രമേ $1 കിട്ടുകയുള്ളൂ. സത്യത്തിൽ എനിക്ക് ആ പൈസ ആഗ്രഹിക്കുന്നേ ഇല്ല. എനിക്ക് ഒരു മാസത്തിൽ $1 കിട്ടാനുള്ള സാധ്യത എനിക്ക് കാണുന്നില്ല. ആദ്യഘട്ടത്തിലൊക്കെ പിന്നെയും ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് ഒരു 5,000-8,000 രൂപ കിട്ടിയതായിട്ട് ഞാൻ വ്ളോഗിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. എനിക്ക് അത് ആഗ്രഹിക്കുന്നേ ഇല്ല. മറിച്ച് ഞാൻ പറയുന്നത് ഒരു ഇബാദത്തായിട്ട് കാണുകയാണ്, അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും എനിക്കില്ല. അപ്പോൾ വേറെ ഒരാൾ വളരെ മോശമായ രീതിയിൽ എന്നെ തേജോവധം ചെയ്തുകൊണ്ട്
ഞാനിപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് ചില കമൻറ്റുകൾ കണ്ടു. എൻ്റെ വീഡിയോകൾ മുഴുവൻ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ട് അതൊക്കെ അതിൻ്റെ തമ്പുനയിൽ നിങ്ങൾ നോക്കൂ, ഏത് വീഡിയോക്കാണ് തമ്പുനയിൽ എഴുതാത്തത്? തമ്പുനയിൽ അതിൻ്റെ ഒരു ഘടകമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിനാണ് ഒരു കട വെച്ച് ഒരു കടയിൽ കച്ചവടം ചെയ്യുമ്പോൾ അതിന് നല്ല ബോർഡ് ഉണ്ടാക്കി വെക്കുന്നത്? ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തിനാണ് ഒരു വീടിന് നല്ല പെയിൻ്റ് അടിച്ച് നിർത്തുന്നത്? നിങ്ങൾക്ക് എന്താ ഉള്ളിലും അതേമാതിരി പെയിൻ്റ് അടിച്ചുകൂടെ എന്നൊക്കെ ഒരാൾ ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് മറുപടിയാണ് പറയുക? പുറത്തേക്ക് അത് ആകർഷണീയമാക്കി തീർക്കുക എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദർശ വിരുദ്ധമല്ലാത്ത രീതിയിൽ നമ്മളത് ആകർഷകമാക്കി തമ്പുനയിൽ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നും എനിക്കില്ല, പ്രത്യേകിച്ച് തമ്പുനയിൽ ചെയ്തു തരാനൊന്നും ആരുമില്ല. എൻ്റെ പരിമിതമായ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ തമ്പുനയിലൊക്കെ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കല്യാണത്തിന് പോവുകയാണ്, ഒരു നിശ്ചയത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുജനം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് പോകും. നല്ല കണ്ണാടിയിലൊക്കെ നോക്കി നമ്മൾ നല്ല ഉഷാറായിട്ടുണ്ടോ എന്ന് വിരൂപനായ ആൾ പോലും കണ്ണാടിയിൽ നല്ല നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് പോകുക. ആലോചിച്ച് നോക്ക്. അതോടൊപ്പം തന്നെ സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ പള്ളിയിൽ വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ എന്തുള്ളൂ, നമ്മൾ കോലം കെട്ട രീതിയിൽ വരുന്നുള്ളൂ. ആളുകൾ കാവിത്തുണിയെടുത്തും കള്ളിത്തുണിയെടുത്തും ഒരു പാൻറ്റിൻ്റെ കാല് മുഴുവൻ ഫുള്ളായിട്ട് കയറ്റിയിട്ടുണ്ടാവില്ല. ഒരു ഭാഗത്ത് മുട്ടുകാലിന് താഴെ മാത്രം എത്തി നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് നെരിയാണിക്ക് താഴെ നിർത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ മിക്ക ജമാഅത്തുകളിൽ ഞാൻ എൻ്റെ പള്ളിയിൽ പോലും ജമാഅത്തിന് എത്തുന്ന ആ ജമാഅത്തിന് ശ്രദ്ധ പുലർത്തുന്ന ആളുകളിൽ കാണുന്നത്. നമ്മളൊക്കെ സാധാരണ ഒരു നാടുവാഴിയുടെ മുമ്പിൽ, ഒരു കോടതിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കല്യാണത്തിന് മുമ്പിൽ നമ്മളെങ്ങനെയാണ് ഈ പ്രാകൃത വേഷത്തിലൊക്കെ കടന്നു ചെല്ലുക? നമ്മൾ നല്ല ആടുകൊണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സർവശക്തനായ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ അസ്സലാത്തു മിഹ്റാജുൽ മൂമിൻ എന്ന റസൂൽ പറഞ്ഞത്. അതിൻ്റെ ഗൗരവം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മിഹ്റാജ്, ആ മിഹ്റാജ് തന്നെയാണ് ഓരോ വിശ്വാസിക്കും അവൻ്റെ നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള മുനാജാത്ത് നോക്കണം. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ. ഒരു വിശ്വാസിയും അള്ളാഹും കണ്ടുമുട്ടുകയാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. അതുകൊണ്ടാണ് മഹാന്മാരായ എല്ലാ ശഹാബിമാരോടും അവസാനത്തെ ആഗ്രഹം സത്യവിശ്വാസികളോട്, കുഞ്ഞാലി മരക്കാരുടെ സംഭവത്തിൽ വരെ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ നമ്മൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തോട് അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? എനിക്ക് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം, എൻ്റെ റബ്ബിനെ ഞാനൊന്ന് കാണട്ടെ. അത്തരത്തിലായിരുന്നു അവരുടെ ആ നമസ്കാരത്തെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ. ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാർ പറഞ്ഞത്, അതുപോലെ തന്നെയാണ് മുസ്ലിം നേതൃത്വങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അള്ളാഹുമായിട്ട് കണ്ടുമുട്ടുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാണ് എന്ന് പറഞ്ഞ വസ്ത്രമാണ് കാവി, ഭ്രാന്തൻ വസ്ത്രം എന്ന് പറയുന്നത് കീറി പറഞ്ഞത്, മനോരോഗിയുടെ വസ്ത്രം, ഇതൊക്കെ ഹറാമാണ്. ആ ഹറാമായ വസ്ത്രധാരണയോടുകൂടെ കാണാൻ സുബൈ ജമാഅത്തിന്, കൂടുതൽ സുബൈ ജമാഅത്തിനാണ് കാണുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഈ ഉസ്താദ് പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങനെ വിടവുകളോടുകൂടെ ഒക്കെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അവർ നോക്കുന്നത് ഈ ഇമാമിൻ്റെ പിന്നിൽ വരുന്ന ആ മാമൂമുകൾ നോക്കുന്നത് സംഘടനാ സങ്കുചിതത്വം മാത്രമാണ്. കാരണം അവർക്ക് ഔറത്ത് മറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ആ നിൽക്കുന്നവൻ ഞങ്ങളുടെ സംഘടനക്കാരനാവണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടക്കാരനാവണം. അതിനൊരു അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മാനദണ്ഡമൊന്നും അവർ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും മസ്ബൂക്കുകളായിട്ട് വന്നാൽ വലതുഭാഗത്തുള്ള മസ്ബൂക്കിനെ നിങ്ങൾ തുടരുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അയാൾ എത്ര ഫാസിക്കായാലും ശരി. അതുകൊണ്ടാണ് ആ വാക്ക് സ്വീകരിച്ചത് കൊണ്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന ചരിത്രത്തിലെ ഇസ്ലാമിൻ്റെ വിരോധിയായിട്ടുള്ള ആളുടെ പിന്നിൽ നിന്ന് പോലും മഹാന്മാരായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള മഹത്തുക്കൾ നമസ്കരിച്ചിരുന്നു. നമുക്കറിയാം KM മൗലവി സാഹിബിൻ്റെ പിന്നിൽ നിന്നാണ് മഹാനായ ബാഫയ്ക്ക് തങ്ങൾ. ഭയങ്കര ആശയാഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. എപ്പോഴും ഒരിക്കൽ പോലും ബാഫയ്ക്ക് തങ്ങൾ ഇമാം നിൽക്കുന്ന കാര്യത്തിൽ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാനാണ് എപ്പോഴും MK ഹാജിയോടും അതുപോലത്തെ സലഫി നേതാക്കളോടൊക്കെ പറഞ്ഞിരുന്നത്. അത് മഹത്തുക്കളുടെ സ്വഭാവമാണ്. ഭിന്നിപ്പ് അവർ ഈ സമൂഹത്തിൽ കാണിച്ചിട്ടേ ഇല്ല. അതായിരുന്നു യഥാർത്ഥത്തിൽ തഖ്വ. ഇപ്പോൾ കാണുന്നതൊന്നും തന്നെ അടിസ്ഥാനമൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വരുന്ന ആളുകൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരിക്കലും ചെയ്തു വന്നിട്ടുള്ള ഇപ്പോൾ എൻ്റെ പ്രതികരണ വീഡിയോ അഥവാ ബോധവൽക്കരണ വീഡിയോ, സഫീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചാടിപ്പോയി എന്നതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാക്ക ആ സഫീന ഇങ്ങനെ എല്ലാവരും ഒഴിവാക്കി അപ്പം മാത്രം ഒരു വീഡിയോ ചെയ്ത് നിർത്തി, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് തുടരുന്നത്?
സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണാത്മക രീതിയിൽ നമ്മൾ തുടരുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വല്ല കമൻറ്റിൻ്റെയോ മറ്റു വിവരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഞാനത് മാത്രമല്ല, ഇത് യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോറത്തിൽ മുഴുവനും ശരിയാവണമെന്നില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉദ്ദേശം എന്താണ്? സതുദ്ദേശമാണ്. ഈ മുസ്ലിം പെൺകുട്ടികളുടെ കുത്തഴിഞ്ഞ ഈ അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കുക. നമ്മുടെ ഓരോ വീടുകളിലും പെൺകുട്ടികളുള്ളവരാണ്. ആ പെൺകുട്ടികൾ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നത് എങ്ങനെയാണ്? ആ പുറപ്പെട്ട ആ സമയം മുതൽ അവൾ തിരിച്ചു വരുന്നത് വരെ നമുക്ക് വളരെ ശ്രദ്ധ വേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരെ ശ്രദ്ധിക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. കുറച്ച് സുന്ദരിയായ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ലിപ്സ്റ്റിക് ഇട്ട് അവളുടെ തലയിൽ നിന്ന് അർദ്ധനാരീശ്വർ എന്ന് പറയുന്നത് പോലെ മധ്യഭാഗത്ത് കൂടെ ഷാൾ ചുറ്റി ഉള്ള എല്ലാ സൗന്ദര്യങ്ങളും വെളിവാക്കി ഇങ്ങനെ പുറത്തു പോകുമ്പോൾ പിന്നെ ഇത് ചാടാതിരിക്കുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സഫാനയുടെ ചാട്ടത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയ സംഗതികളെക്കുറിച്ച് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ നിങ്ങൾ ഈ കുടുംബങ്ങളിലൊന്നും തന്നെ സംഘികളല്ലാത്ത മുസ്ലിം പുരുഷന്മാർക്ക് പോലും നിങ്ങൾ സ്വാതന്ത്ര്യം നൽകി കുത്തഴിച്ച് വിടരുത്. ഒരു കല്യാണ സദസ്സിൽ നമ്മൾ കടന്നു ചെന്ന് നോക്കിയാൽ എന്താണ് ഇപ്പോൾ ആ സ്ത്രീയെ കണ്ടാൽ ആ കല്യാണ മണവാട്ടി എന്ന് പറയുന്നത് തികച്ചും ഇതര മതവിഭാഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഈ പറയുന്ന കല്യാണ പെണ്ണും ഭർത്താവും അഥവാ പുതിയാപ്പളയും അവൻ്റെ കൂട്ടുകാരും കൂടെ ഈ പറയുന്ന ഡാൻസുകൾ ചെയ്ത് ഈ കല്യാണ സദസ്സിൽ ഇങ്ങനെ അടിഞ്ഞാടുക വളരെ പരിഹാസ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അടിഞ്ഞാട്ടത്തിന് സാഹചര്യം കൊടുക്കുക വഴിയാണ് ഈ ഒളിച്ചോട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളും ബന്ധപ്പെട്ട സഹോദരന്മാരും ഒക്കെ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അല്ലാതെ ആരിഫ് ഹുസൈനും ജാമിദയും ഒക്കെ പറയുന്നത് പോലെ ഫെമിനിസത്തിൻ്റെ പേരിൽ ഈ സമുദായം ഇല്ലാതായി തീരരുത്, അപമാനിതരാവരുത്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൂർവികർ നടത്തിയിട്ടുള്ള ആ വസ്ത്രധാരണം, ആ കൃത്യത, സത്യസന്ധത ഒക്കെ അവർക്കിടയിലൊന്നും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിരുന്നോ? ഇന്ന് നമ്മളുടെ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോയാൽ ആ കുട്ടി റിട്ടേൺ വീട്ടിലെത്തുമെന്ന് നമുക്ക് ഭയമാണ്. കാരണം സാഹചര്യം മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാഹചര്യങ്ങളെ നമ്മൾ തടയണം. ഒരു മൊബൈൽ കൊടുത്ത് കുട്ടികളെ വിടരുത്. കൊടുക്കുകയാണെങ്കിൽ തന്നെ മറ്റ് ഫെസിലിറ്റികളൊന്നും ഇല്ലാത്തൊരു മൊബൈൽ കൊടുത്തോളൂ. ഇതിൽ എല്ലാവിധ ആൻഡ്രോയിഡ് സെറ്റപ്പുകളുമുള്ള ഒരു ഫോൺ നിങ്ങൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വാങ്ങിച്ചു കൊടുക്കരുത്. അവർ പഠിക്കുന്ന കാലത്ത് പഠനത്തിൽ ശ്രദ്ധിക്കട്ടെ. അതോടൊപ്പം തന്നെ ദൈവീകമായിട്ടുള്ള ദർശനങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരെ കു അംഫുസക്കും എന്ന് നമ്മളോട് പറഞ്ഞത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനു കു അംഫുസക്കും വാഹ്ലീകും നാറ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും പിന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതൊരു സതുദ്ദേശത്തോടു കൂടെയാണ് അള്ളാഹ് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നിന്റെ സ്വർഗം വേണ്ട എന്ന് പരിഹസിച്ചുകൊണ്ട് പറയുന്ന ആരിഫിനോടൊപ്പം ജാമിദയോടൊപ്പം ലിയാഖത്തിനോടൊപ്പം ചേരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പോകൂ. പക്ഷേ ഞാനത് പറയും, നമ്മളത് പറഞ്ഞിരിക്കണം. നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യും. അല്ലാതെ ഏതെങ്കിലും ഒരു സഫാനയെയോ ഫിദയെക്കുറിച്ചും ഉണ്ട് അയാൾ കമൻ്റ് ഇട്ടിട്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വൾഗറായ രീതിയിലാണ് ആ കമൻറ്റുകൾ. ഞാൻ ആ കമൻറ്റുകൾ ഇവിടെ കാണിക്കുന്നില്ല. മാത്രമല്ല എൻ്റെ അത്തരത്തിലുള്ള വ്ളോഗുകൾ എൻ്റെ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. എൻ്റെ അറിവില്ലാതെ യൂട്യൂബ് ചെയ്തതാണെങ്കിൽ എനിക്ക് മെയിലിൽ അറിയിക്കും. അങ്ങനെ ഒന്നും അറിവില്ലാതെ ആരോ ആണ് എൻ്റെ മെയിൽ ഐ ഡികൾ തട്ടിയെടുത്ത് എൻ്റെ യൂട്യൂബിൽ കയറി എൻ്റെ വ്ളോഗുകൾ അപ്രത്യക്ഷമാക്കുന്നുണ്ട്, അഥവാ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഹാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് സങ്കടപൂർവ്വം തന്നെയാണ് പറയുന്നത്. എന്തൊരു കാരണത്താലാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇതിൻ്റെ ഒരു വരുമാനവും വേണ്ട. ഞാൻ ഇത്തരത്തിലുള്ള ഭീഷണികൾ എനിക്ക് ധാരാളം വിളി വന്നും നാട്ടിലുള്ളവരും ഒക്കെ ഇത്തരത്തിൽ പ്രതികരിച്ച് ഞാൻ യൂട്യൂബ് നിർത്തുകയാണ് എന്ന് ഒരിക്കലൊരു വ്ളോഗ് ചെയ്തത് ഈ ഗതികേട് കൊണ്ടാണ്. എൻ്റെ വീട്ടുകാരുടെ വെറുപ്പും വിദ്വേഷവും പകയും വേറെ, നാട്ടുകാരുടേത് വേറെ, പുരോഹിതന്മാരുടേത് വേറെ, സംഘടനക്കാരുടേത് വേറെ, എല്ലാവിധ ജനങ്ങളുടെയും വെറുപ്പിന് പാത്രമാകുന്നു. ഞാൻ പറയുന്നത് എൻ്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. ആ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായത്തിൻ്റെ നസീഹത്ത് അഥവാ ഗുണകാംക്ഷ എന്തു പറഞ്ഞാലും പരിഹസിക്കുകയും നിന്ദിക്കുകയും നെഗറ്റീവ് കമൻറ്റുകളും ചെയ്തുകൊണ്ട് നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ, ഞാൻ എവിടെയാണ്? നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണൂ, എന്നിട്ട് നിങ്ങൾ പറയൂ. പിന്നെ തമ്പനൈലിനെ കുറിച്ച്, തമ്പനൈൽ എൻ്റെ ആശയപ്രകാരം ആ വീഡിയോക്ക് അനുകൂലമായ ഒരു തമ്പനൈൽ എനിക്ക് ഉണ്ടാക്കണ്ടേ?
അതാ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഈ പള്ളിയിൽ കീറക്കുപ്പായിട്ട് വരുന്നത് പോലെയും കാവ്യവസ്ത്രം ധരിച്ച് വരുന്നത് പോലെയും ഞാൻ ചെയ്യണോ? അപ്പോൾ ആളുകൾ തീരെ ശ്രദ്ധിക്കില്ല. ആളുകളത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇന്ന് കാണുന്ന ഏറ്റവും സൈബർ ഇടമാണ് എല്ലാ മേഖലയിലും. അത് നന്മയുടെ പറ്റത്ത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ്. എൻ്റെ മകളെക്കുറിച്ച് പറയുമ്പോൾ നോക്കണം, എൻ്റെ മകൾ കട്ടാൽ, ഫാത്തിമ കട്ടാൽ കൈവെട്ടണം. തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ ഒരു വൃത്തികേട് സംഭവിച്ചാൽ, ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയാൽ തീർച്ചയായിട്ടും ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ വ്ലോഗ് ചെയ്യണം. തീർച്ചയായിട്ടും അതിൽ പല കഴിവുകേടുകളുമുണ്ട്. എൻ്റെ കഴിവുകേടുണ്ട്. ആദ്യമത്തെ കഴിവുകേട് ഞാൻ തന്നെയാണ്. എൻ്റെ മകളെ മാന്യമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാത്തത് കൊണ്ട് സംഭവിച്ച, ഞാൻ തന്നെ വരുത്തി വെച്ച അപാകതകൾ, വിഡ്ഢിത്തരങ്ങൾ വഴി ആണ് എൻ്റെ മകൾ ആ ദുഷിച്ചു പോകാൻ കാരണം. ആ ദുഷിച്ചു പോയിട്ടുള്ള ഓരോ പെൺകുട്ടികളും എന്ന് എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിലാണ് എനിക്ക് കിട്ടുന്ന പ്രൂഫ് വെച്ച് ആ ഫിദയെക്കുറിച്ചും അൽഫിയയെക്കുറിച്ചും സഫാനയെക്കുറിച്ചും എന്താ പറയുക അതുപോലെ തന്നെ ഷഹാനയെക്കുറിച്ചും ഞാൻ മാത്രമല്ല. അപ്പോൾ അന്വേഷണാത്മകമായി അതിൻ്റെ പിന്നിൽ പോകുന്നു എന്നത് ആളുകൾക്ക് എന്തിനാണ് ഇത്ര ബേജാറുണ്ടാക്കുന്നത്? ഞാൻ എവിടെയാണ്, ആർക്കാണ് ഒരു വിഷമമുണ്ടാക്കിയത്? സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണത്തോട് അത് ചിലരുടെ ഭാഗമാവാം. അതിനൊക്കെ കുരുപൊട്ടുന്നത് ആർക്ക്, എന്തിന്? ഞാൻ ആർക്കും യാതൊരു ഉപദ്രവവും ചെയ്യുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ എന്നെ വിളിച്ച് നിങ്ങൾ ഗുണദോഷിക്കൂ, അല്ലെങ്കിൽ കമൻറ്റിൽ എന്നെ ഗുണദോഷിക്കൂ. വെറും വീറവർത്തമാനങ്ങൾ മാത്രം കമൻറ്റുകളിൽ പറയുക എന്നതല്ല, മറിച്ച് ഗുണദോഷിക്കുന്ന രീതിയിൽ. സത്യത്തിൽ ഒരു കമൻറ്റ് ഒരു അധ്യാപകനാവണം, ഒരു തിരുത്തൽ ശക്തിയാവണം. അതാണ് വേണ്ടത്. അല്ലാതെ വെറുതെയെങ്കിലും നെഗറ്റീവ് കമൻറ്റുകളിട്ട് നിരാശപ്പെടുത്തുകയല്ല വേണ്ടത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.